യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. യബ്ബേസിന്റെ പേരിന്റെ അർത്ഥം വേദന എന്നാണ്. പക്ഷേ അത് തന്റെ വിധി നിർണയിക്കാൻ അവൻ അനുവദിച്ചില്ല. ഇന്ന് പലരും തങ്ങളുടെ ഭൂതകാലത്താൽ പരിമിതപ്പെടുത്തപ്പെട്ടതായി തോന്നുന്നു. കുടുംബ പശ്ചാത്തലം, പരാജയങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ. നിങ്ങൾ ജീവിതം എങ്ങനെ ആരംഭിച്ചാലും നിങ്ങൾ അവനെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളുടെ ചരിത്രം മാറ്റി എഴുതാൻ സാധിക്കും. എല്ലാ അനുഗ്രഹങ്ങളുടെയും യഥാർത്ഥ ഉറവിടം ദൈവമാണെന്ന് യബ്ബേസ് തിരിച്ചറിഞ്ഞു. ഇന്ന് പലരും സ്വന്തം പരിശ്രമങ്ങളിൽ ആശ്രയിക്കുന്നു. എന്നാൽ യഥാർത്ഥ വിജയം ദൈവത്തിന്റെ പ്രീതി തേടുന്നതിലൂടെയാണ്. ലോകത്തിന്റെ വഴിയിൽ വിജയം പിന്തുടരുന്നതിന് പകരം നമ്മുടെ ജോലിയിലും ബന്ധങ്ങളിലും ആത്മീയ വളർച്ചയിലും നാം ദൈവത്തോട് അവന്റെ അനുഗ്രഹത്തിനായി അപേക്ഷിക്കണം. യബ്ബേസ് തന്റെ അതിർ വിശാലമാക്കാൻ പ്രാർത്ഥിച്ചു. അതായത് അവൻ വളരാനും കൂടുതൽ സ്വാധീനം ചെലുത്താനും ആഗ്രഹിച്ചു. ഇന്ന് നമ്മുടെ സ്വാധീനം വികസിപ്പിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കണം. സമ്പത്തിൽ മാത്രമല്ല, ജ്ഞാനത്തിലും അവസരങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവിലും. യബ്ബേസിന്റെ പ്രാർത്ഥന നമുക്കൊരു മാതൃകയാണ്. നാം നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, അവന്റെ അനുഗ്രഹം തേടുമ്പോൾ, അവന്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ, യബ്ബേസിന് വേണ്ടി അവൻ ചെയ്തതുപോലെ നമ്മുടെ വേദനകളെ വിജയമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും.